ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എഡ്യൂ മാർട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കുറച്ച് പർച്ചേസ് എടുക്കുന്നതാണ്. കമോൺ ഗൈസ്. നമ്മൾ കുറേ നാളായി എഡ്യൂ മാർട്ടിലേക്ക് വന്നത്. ഇവർക്ക് എന്തൊക്കെയോ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഇവിടെ പുതിയതായിട്ട് ഷുഗർ കെയിൻ ജ്യൂസ് തുടങ്ങിയിട്ടുണ്ട്. സം ക്രീം ആൻഡ് ക്രംസ് എന്ന് പറയുന്ന സംഭവമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. പണ്ടത്തെ സ്കെയിൽ കണ്ടോ, വുഡൻ സ്കെയിൽ. നമുക്ക് ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നത് ഈ സ്കെയിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ സ്കെയിൽ? വുഡൻ സ്കെയിൽ. അതേമാതിരി ഹീറോ പെൻ ഗൈസ്. ഇതൊക്കെ ഒരു നോസ്റ്റോ ആണ് ഗൈസ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത വൈക ഇതൊന്ന് ഓപ്പൺ ചെയ്ത്. ഹീറോ പെൻ. ഏയ് ഇത് പണ്ടത്തെ പെന്നാ കുഞ്ചി, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്. ഇതൊക്കെ കിട്ടാൻ വേണ്ടി എത്ര കൊതിയാവുമെന്നറിയോ. ഇത് ഏറ്റവും വലിയ പണക്കാരുടെ പെന്നാന്നൊക്കെ പറഞ്ഞു. ചോക്ലേറ്റ് ഷേപ്പിന്റെ എറേസർ. ക്യൂട്ട് തിങ്സ് ആർ ഹിയർ. എറേസർ അങ്ങനെയുള്ള ക്യൂട്ട് തിങ്സ് ആണ് ഗൈസ് ഇവിടെ ഉള്ളത്. മാർക്കർ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്, വുഡൻ സ്കെയിൽ. പണ്ട് അയ്യപ്പ സ്കൂളിൽ ഞങ്ങൾക്ക് അടിയൊക്കെ കിട്ടുന്നത് ഇങ്ങനെയായിരുന്നു, ഈ സ്കെയിൽ. ഓർക്കുന്നുണ്ടാ? തരട്ടായിരുന്നു. നമ്മുടെ പണ്ടത്തെ ഗ്രീറ്റിങ്സ് ഒക്കെയാണ് ഗൈസ്. ഇപ്പം ആര് ഗ്രീറ്റിങ്സ് കൊടുക്കും? ബെസ്റ്റ് വിഷസിൻ്റെ ഇതൊക്കെ. ഇതിനൊക്കെ എത്രയാണെന്ന് അറിയില്ല. വെരി നൈസ്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാൻ പറ്റുന്നത്. അതെടുത്തോ, അവരവിടെ എഴുതുമായിരിക്കും. പിന്നെ ഇത് താങ്ക് യു എന്ന് പറയുന്ന സംഭവം ചെറിയതുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. അല്ല ഇതാ ബെസ്റ്റ് വിഷസ്. നല്ല പൊട്ടിച്ചാൽ പോലെ നിനക്ക് ഇങ്ങനത്തെ മുത്തൂട്ടാൻ. ഇങ്ങനെ ഇവിടെ എല്ലാം സ്റ്റിക്കേഴ്സാണ് ഗൈസ്. വെരി ബ്യൂട്ടിഫുൾ സ്റ്റിക്കേഴ്സ്. ഇത് എടുക്കുന്ന വല്ല പെട്ടിയൊക്കെ താങ്ങുന്നുണ്ടല്ലോ ഇവിടെ. അതൊക്കെ ടൂൾസാണ്, സ്ക്രൂ ഡ്രൈവറൊക്കെയാണ്. വലുതായിട്ട് ചെയ്താൽ മതി. ഇപ്പം ഇതൊന്ന് റെഡിയാക്കുമായിരുന്നു ആ സമയത്ത്. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പം എല്ലാം നല്ല നീറ്റാക്കി അവർ ഗൈസ്. ഇതേ ഉള്ളൊക്കെ നല്ല രസമാണ്. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. ഇത് ഐറ്റംസൊക്കെ ഇവിടെ. ഈ മുട്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്ത് അതെല്ലാം ഞാൻ കണ്ടു. എന്തൊക്കെ വെറൈറ്റീസാണ്. ഇതൊക്കെ ഓരോ ആൾക്കാർ ക്രാഫ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ സ്ഥലത്താണ്. ഇറ്റ്സ് കോൾഡ് ദി റൂഹി മന്തി. റൂഹി മന്തിയിലേക്കാണ്. നമ്മളെപ്പോഴും സൂഫി മന്തിയിൽ വന്നത്. ഇപ്പോൾ നമ്മൾ റൂഹി മന്തിയിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ മന്തി എങ്ങനെ ഉണ്ടെന്ന്. നല്ല ഒരു ആംബിയൻസ് ആണ് ഗൈസ്. ഇവിടുത്തെ ഇതൊക്കെ നല്ല നല്ല സ്റ്റൈലായിട്ടുള്ള. ഇതിൽ വന്നിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത വൈക. ഷവായിയാ? ആ ഏതാ പെരി പെരി വേണ്ടെന്ന് തോന്നുന്നല്ലേ. ഹണി വേണോ? മധുരല്ലേ? അവിടെ നിന്നല്ല. വേറെ ഏതാണല്ലോ നോക്കും. മസ്താനിയൊക്കെ ഉണ്ടല്ലോ. മസ്താനി മന്തി, ഫിഷ് മന്തി. കാന്താരി വേണ്ട, ഭയങ്കര. എന്നാൽ എനിക്കൊരു ചിക്കൻ ബിരിയാണി. എനിക്കൊരു ചിക്കൻ ബിരിയാണി. നമ്മളിത് മന്തി മേടിച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് യു ഹാവ് സാലഡ്, മയോണീസ്, അച്ചാറുണ്ട്. ഇതാണ് ചിക്കൻ ബിരിയാണി. ആൻഡ് ഇതെന്താ കുബൂസ. ഇനി ഇത് വന്നിട്ട് ഒരു സംഭവമാണ് ഗൈസ്, നമ്മൾ ആദ്യം ട്രൈ ചെയ്യാണ്. ദിസ് ഇസ് കോൾഡ് മസ്താനി മന്തിയാ. യെസ്. എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഓക്കെ, സോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ നാരങ്ങ പീസൊക്കെ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. സോ നമുക്ക് ഈ ബിരിയാണി യൂഷ്വലി നമ്മൾ വൈറ്റ് കളർ ബിരിയാണിയല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ മസ്താനിയുടെ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. സോ നമുക്ക് ഈ മസ്താനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയൊരു മധുരമൊക്കെ. നമ്മുടെ ചിക്കൻ ബിരിയാണിയിലെ ചിക്കൻ യൂഷ്വലി നമ്മൾ വൈറ്റ് കളർ റൈസ് അല്ലേ മേടിക്കുന്നത് ബിരിയാണിക്ക്. ഇന്ന് വ്യത്യാസമായിരുന്നു. കൊള്ളാം കേട്ടോ, ബിരിയാണി അടിപൊളിയാണ്. പക്ഷെ എനിക്ക് മസ്താനി കൂടുതൽ ഇഷ്ടമായി. അത് ചെറിയ മധുരമൊക്കെ. മിൻറ്റിൻ്റെ ലൈമാണ്. And this is orange juice. So let's have this orange juice. ഇവനല്ല എന്താണോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. യമി. ഓറഞ്ചിന് കുറച്ച് കയ്പുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ഫേവറേറ്റ് ആഫ്റ്റർ ലോങ് ഗ്യാപ്പാണ് ഗൈസ് ഞാൻ ഈ ഒരു ഫ്രൂട്ട് സലാഡ് വാങ്ങിക്കുന്നത്. എത്ര നാളായിരുന്നു ഐസ്ക്രീം കഴിച്ചിട്ട്? 3 സ്കൂപ്പ് കഴിച്ചോട്ടാ. നീയും കുറേ നാളായില്ലേ. എന്തായാലും സ്ട്രോബെറിയാ. ഇതിപ്പോൾ പിസ്തയാണ്. അത് ഒത്തിരി നാളായി.
ഇത് സ്ട്രോബെറി. ഇതെന്താ വരാത്ത? ഇതെന്താണ്? യെല്ലോ കളർ. വീണ്ടും നമുക്ക് വന്നിരിക്കുകയാണ്. ഹാഫ് എന്ന് പറഞ്ഞ് ഇത്ര പേര് വിചാരിച്ചില്ല. ഗൈസ്, സോ റൂഹി മന്തി നല്ല ഫുഡായിരുന്നു. ഒന്നും മോശം പറയാനായിട്ടില്ല, എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ട്രൈ ചെയ്യാത്ത എന്താ പറയുക, ഒരു ബിരിയാണി, അതേമാതിരി മസ്താനി മന്തി, അതും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ കാലാവസ്ഥയുടെ അത് കാരണം ഇനി ഇന്ന് എന്തായാലും രണ്ടും കഴിച്ച് ഫ്രൂട്ട് സലാഡ് എടുത്ത് ഐസ്ക്രീം കഴിച്ചു. അതും 3 ഫ്ലേവർ ഉള്ളത്, അതെല്ലാം കഴിച്ചു. സോ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺ ഗൈസ്, ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.